അങ്ങനെ ഞാനൊരു അടിപൊളി ഫ്ലവർ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫ്ലവറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അത് കുറച്ച് കഷ്ടപ്പാടാണ് ആ ഫ്ലവർ ചെയ്യാമെന്ന് ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. അപ്പോൾ ആ ഒരു ഫ്ലവർ എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് നമ്മുടെ N1 നോസിലാണ്. അപ്പോൾ ഈ N1 നോസിൽ വെച്ചിട്ടാണ് ഞാൻ ആ ഫ്ലവർ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ക്രീമൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ആ ഒരു ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ കുറേ സമയമെടുക്കും ആ ഒരു പെറ്റലൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ. പക്ഷേ ഇത് ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ചുമ്മാ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിത് വളരെ എളുപ്പമായിട്ട് തോന്നി. അതാട്ടോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇനി കേക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഫ്ലവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ പരിപാടി. ഞാൻ അന്ന് ഫ്ലവർ ചെയ്തത് നിങ്ങൾ ആ കഴിഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. കുറേ ടൈം എടുത്തിട്ടായിരുന്നു അന്ന് ആ ഫ്ലവർ ചെയ്തെടുത്തത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് സാദിക്കായിരുന്നു.